അതിന്റെ കൂട്ടത്തിലാണ് ഇന്നലെ കണ്ടില്ല വേറെ ചങ്ങായി വന്നീന്നല്ലോ, മടവൂര് ശൈഖുന വേണമെങ്കിൽ ഇബ്ലീസിനെയും എന്ത് ചെയ്യും, നന്നാക്കുന്നു. വേണമെങ്കിൽ വേണ്ടി വന്നാൽ. അപ്പൊ എന്താ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചു, ഇബ്ലീസിനെ നന്നാക്കി. ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു കുഫറിന്റെ വാചകമാണത്. അനങ്ങിയ കുഫ്രാ, ഏറ്റവും മിനിമം കുഫ്രാ. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതുവും മുബീനാണ്, ഓന് ലഅനത്തുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇബ്ലീസിനെ നന്നാക്കുക. നമ്മളെന്ത് ചെയ്തു, മാലെടുത്തു. മാലയാണ്, ഇതൊക്കെ മടങ്ങുന്നത് മാലയിലേക്കാണ്. റിഫായി അബുല്ലാ മഹാനരായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു അവരെ ബൈത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. മാലയുടെ വരി ഇങ്ങനെ ചൊല്ലിയപ്പോ ആളുകൾക്ക് അത് മനസ്സിലായി, ഒരു പ്രശ്നമില്ല. അതാ ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ എങ്കിലോ നിന്നെ ഞാൻ അവ്വല് മഖാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. അല്ലാഹു അധികാരം കൊടുത്തവരാണ് അവർ. ആ അധികാരം അവർക്കുണ്ടെങ്കിൽ അവർക്കതിന് സാധിക്കും. വേണോ വേണ്ടേന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. അതവർ അള്ളാന്റെ ഇതിന് പ്രകാരം ചെയ്യുന്നതാണ്. നമ്മളെ ചർച്ച നന്നായോ ഇല്ല എന്നുള്ളതല്ല, വേണ്ടി വന്നാൽ നന്നാക്കാൻ കഴിയും. അതാ പറഞ്ഞ് ഇബ്ലീസ് ചതിക്കാനാണ് റിഫായി ശൈഖിന്റെ അടുത്ത് ചെന്നത്. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഫൽ ജിന്ന തുടരും, എന്റെ മുരീദായി. അങ്ങനെ മുരീദായാലോ അവ്വല് മഖാമിൽ എത്തിച്ചേരാ, അവ്വല് മഖാമിൽ എത്തിച്ചു തരാ കരുതി പറഞ്ഞോവർ. തമാശ പറഞ്ഞല്ല, വേണച്ചിട്ട് പറഞ്ഞ തന്നെയാണ്. ഓൻ തയ്യാറായാൽ റെഡി. അപ്പൊ അതിന് വീണ്ടും മറുപടി ആയിട്ട് അയാൾ വന്നിനേരം. അപ്പൊ അയാൾ പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അങ്ങനെ സംഭവിക്കൂല എന്ന് റിഫായി ശൈഖിന് അറിയും ചെയ്യാം. അങ്ങനെ അറിഞ്ഞിട്ട് മൂപ്പരൊന്ന് തമാശക്ക് പറഞ്ഞതായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നാലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ അത് മുംകിനായ സംഗതിയാകണം. ഇപ്പൊ ഇബ്ലീസിനോട് പറയാണ് ഇന്നെ തുടര് എന്ന് കൽപ്പന വരണമെങ്കിൽ ഈ തുടരുക എന്നത് മുംകിനാകണം. ശറഇൽ ശറഅ അനുസരിച്ച് സാധ്യമാകണം. സാധ്യമല്ലാത്തൊരു സംഗതി പോലും പറയോ? അപ്പൊ പറയുമ്പോ തന്നെ മനസ്സിലായില്ലേ, വേണ്ടി വന്നാൽ നടക്കും. അതന്നെയാണ് ഈ പാട്ടിലുള്ള വേണ്ടി വന്നാൽ നടക്കുന്നതാണ്. വേണ്ടി വരണോന്ന് അള്ളാഹു പോലും തീരുമാനിക്കും. സംഭവിച്ചോ ഇല്ലേ എന്നല്ല, സംഭവിക്കാം. അവർക്കതിന് അധികാരമുണ്ട്. അതാ മൂസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ കണ്ടു. എങ്ങോട്ട് പോകുമ്പോ, തൂരി സീനാ പർവ്വതത്തിലേക്ക് പോകുമ്പോ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എന്ത്, എനിക്കൊന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ മൂസാ നബി എന്താ പറയണേ, ആ കേസ് നമ്മൾ എടുക്കൂല, ഇതിവിടെ നെസ്സായി വന്നതാണ്, തെളിഞ്ഞു വന്നതാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കൂല, പോന്ന് പറയണ്ടേ? അല്ല, ഞാൻ പറയാന്നാണ്. ചെയ്യാനുള്ള പണി ചെയ്താൽ റെഡിയാവും. അപ്പൊ ഇബ്ലീസ് നന്നാവൂല, ഓന് ലയനത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇബ്ലീസ് ആയിരിക്കുക അങ്ങനെ തന്നെയാണ്. ഓൻ തുടർന്നാ പിന്നെ ഇബ്ലീസ് അല്ലല്ലോ, പിന്നെ നന്നാകണീനെന്താ? ഇബ്ലീസ് പേരോടായിരിക്കെ നന്നാവൂല പറഞ്ഞാല്, പേരോടായിരിക്കെ നന്നാവൂല. കാരണം എന്താ? അയാൾ ആ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി കാലഘട്ടത്തിന്റെ മുറബിയായ ശൈഖായ സയ്യിദ് അവറുകളെ സമീപത്ത് വന്നാൽ അവർ കനിഞ്ഞാൽ നന്നായേക്കാം, വേണ്ടി വന്നാൽ. അതിന് അയാൾ തയ്യാറാകണം. ഇബ്ലീസ് തയ്യാറായാലും അയാൾ തയ്യാറാവുമെന്ന് തോന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ കൃത്യമായ ഉത്തരല്ലേ നമ്മ കിട്ടിയത്. എന്നിട്ട് ഇയാൾ പറയാ റിഫായി ശൈഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നടക്കൂലെന്നോ? ഇത് നടത്തിക്കണ സ്ഥല. ഒന്ന് പറയട്ടെ, പുതിയ ക്ലിപ്പ്. പറഞ്ഞത് എന്താ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നീ എന്നെ തുടർന്നാൽ നിന്നെ ഞാൻ മലക്കുകളുടെ ഉസ്താദാക്കാം എന്നല്ലേ പറഞ്ഞത്? തുടരില്ല എന്നത് ഖുർആനിന്റെ നസ്സല്ലേ? കാരണം മഹാനവറുകളെ തുടർന്നാൽ അവൻ പിന്നെ ദീനിന്റെ മാർഗത്തിലാകും, സത്യത്തിന്റെ വഴിയിലാകും. അങ്ങനെയാകുമ്പോൾ പിന്നെ നരകത്തിൽ പോകാൻ പറ്റില്ല.
ഖുർആൻ നസ്സായി പറഞ്ഞതാണ്. ഇബ്ലീസ് മനുഷ്യന്റെ ശത്രുവാണ്, അവൻ നരകത്തിലാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ. മഹാനായ റിഫാഇ ശൈഖ് നിങ്ങളെപ്പോലെ കള്ളത്തൊരീക്കത്തിന്റെ ആളുകളല്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് വ്യക്തമായിട്ടറിയാം ഇബ്ലീസ് തുടരില്ല എന്ന്. തുടർന്നാൽ എന്ത് ചെയ്യാം, അതേപോലെ ആക്കിത്തരാം. പക്ഷേ നിങ്ങളുടെ ഈ കുഫറൻ പാട്ടിൽ അതാണോ ഉള്ളത്? എന്താണ് ആ ചങ്ങാതി എഴുതി വെച്ച് പാടിയത്? വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും. ഒരു സംശയമില്ലാതെ ആരാ ആക്കുന്നത്? കുൻ എന്ന് പറയാൻ അധികാരമുള്ള ആളാ. അപ്പൊ ഇബ്ലീസ് നന്നാൻ വേണ്ടി കുന്നെന്ന് പറഞ്ഞാലോ ലക്കാൻ ലാമല്ലേ അവിടെ? അതാണ്. എന്തായാലും ആവും. ഇയാൾ എന്ത് പൊട്ടത്തരായി പറയണ്? റിഫായി ശൈഖിന് അറിയാൻ തുടരൂല, പിന്നെ പറയൂ തുടരൂല. അത് ശർഈയായി അസംഭവ്യമാണെങ്കിൽ പറയോ തുടരൂന്ന്? മുംകിനാണ്. അതുകൊണ്ട് പറഞ്ഞു ഓൻ തയ്യാറാകണം. ഓൻ തയ്യാറായാൽ അത് നടക്കും. ഓൻ തയ്യാറായാൽ നടക്കൂലെങ്കിൽ ആ കൽപ്പന വരൂലടോ. റിഫായി ശൈഖ് നിങ്ങളെ കുട്ടി കളിക്കുന്ന ആളാ. തമാശ പറയാത് ഇന്റെ ഒപ്പം കൂടുന്ന ഈ നന്നാക്കി തരാം. റിഫായി ശൈഖിന് അറിയാം ഒരിക്കലും നന്നാവാൻ പറ്റൂല, അത് അസംഭവിയാണ്. റിഫായി ശൈഖ് കൽപ്പിക്കോ? നിങ്ങൾ ഏത് ലോകത്താണുള്ളത്? ഇത് ശൈത്താനെ വരെ മുസ്ലിമാക്കിയ സ്ഥലങ്ങളാത്. നിങ്ങൾ പറയണില്ലേ ലഅനത്തുണ്ട്? അപ്പൊ തത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ എന്നൊക്കെ ഓതല്ലേ? ഇന്നഹു ലക്കും അദുവും മുബീൻ. ശൈത്താനെ മുസ്ലിമാക്കി എത്ര സംഭവമുണ്ട്? ആക്കി തന്നെ ഉണ്ട്, സാധ്യതയല്ല. സ്വഹീഹ് മുസ്ലിം എടുത്തോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോന്നുണ്ട് ഇറങ്ങി വരട്ടെ, ബാക്കി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. മുസ്ലിം എല്ലാ ഹദീസിന്റെ കിതാബിലുണ്ട്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വമഅഹു ശൈത്വാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെ കൂടെയൊക്കെ ഒരു ശൈത്താനുണ്ട്, ഒരു മലക്കുണ്ട്. ശൈത്താൻ എല്ലാരെ കൂടിയുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, നിങ്ങളെ കൂടിയുണ്ടോ? വാന, അതെ എന്റെ കൂടിയുണ്ട്, എന്റെ കൂടെയുണ്ട് ശൈത്താൻ. പക്ഷേ ബാക്കി കേട്ടോളിട്ടോ, ഇല്ല അന്നല്ലാഹ അസ്സ വജല്ല അആനനി അലൈ, അല്ലാഹ് എനിക്ക് വലിയൊരു സഹായം ചെയ്തു തന്നു. അതെന്താ? ഫഅസ്ലമ, എന്റെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ റസൂലിനോട് നിങ്ങൾ ഓതിക്കൊടുക്കി. ലഅനത്തുണ്ട്. ശൈത്താനും അവന്റെ ദുരിയത്തൊക്കെ അതിൽ പെട്ടല്ലോ. ശൈത്താന് ലഅനത്തുണ്ട്, ഓന്റെ മക്കൾക്കുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ശൈത്താൻ മുസ്ലിമായത്? എന്താണ് മറുപടി? ശൈത്താനിനെ വേണമെങ്കിൽ മുസ്ലിമാക്കാൻ അധികാരമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാരിസാണ് ശൈഖ് മടവൂർ. ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടി അല്ലാഹ് സഹായം ചെയ്യുന്നു. ഹബീബായ തങ്ങൾ ഓനെ മുസ്ലിമാക്കുന്നു. ശൈത്താൻ മുസ്ലിമായി. എന്താട്ടാ? മുസ്ലിം ജമാഅത്ത് ശൈത്താന്റെ ജമാഅത്ത് അവലപ്പ്. ഒന്നുകൂടി കൊടുക്കാം, കൂടുതൽ കൊടുക്കണ്ട. ഇവർ പറഞ്ഞു വരട്ടെ ഓരോന്ന്. ഇവർ ഈ പാട്ടുകാരന് നമുക്കൊരു സല്യൂട്ട് കൊടുക്കണ്ടേ? ഓരോ പാട്ടും ഇനി പാടും, നാളെ ഇത് സത്യവും അസത്യം വേർതിരിയുള്ളൂ. ഇനി കേട്ടോ, ഇബ്ലീസിന്റെ പേരക്കുട്ടി വന്ന സംഭവം. ഇബ്ലീസിന്റെ നേരെ മോന്റെ മോന്. വെറുതെ പറയല്ല ഹദീസ്, അതൊക്കെ നമ്മൾ പഠിക്കാൻ ഇങ്ങനൊന്ന് പറയും വേണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് ബൈനനാ നഹ്നു ഖുഊദുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അലാ ജബലിൻ, ഒരു മലന്റെ മുകളിലാണ്. അഖ്ബല ശൈഖുൻ, ഒരു വയസ്സായ ആൾ ഇങ്ങോട്ട് വന്ന്, ബിയദിഹി അസ, കയ്യിലൊരു വടിയുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹി സലാം, സലാം അടക്കി. അപ്പൊ ചോദിച്ചു, മൻ അൻത യാര? അറിയാഞ്ഞിട്ട് ചോദിക്കല്ലേ, ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. പറഞ്ഞു, അന ഹാമത്ത് ഇബ്നു ഇബ്ലീസ്, ഞാൻ ഇബ്ലീസ്. അതിന്റെ അടുക്ക് ഒന്ന് രണ്ട് വാപ്പാരും കൂടിയുണ്ട്. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു, ഫമാ ബൈനക വ ബൈന ഇബ്ലീസ് ഇല്ല അബവാൻ. അന്റെ ഇബ്ലീസിന്റെ ഇടയിൽ രണ്ട് വാപ്പാരേ ഉള്ളല്ലോ.
അപ്പൊ ഇബ്ലീസിന്റെ മോന്റെ മോനാത്, പേര് ഹാമത്ത് എന്നാണ്. ദുര്രിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞാൽ നേരെ വരുന്ന ആളാത്. അപ്പൊ തത്തഖിദൂനഹു വദുര്രിയതഹു പറഞ്ഞില് നേരെ വരുന്ന ഇബ്ലീസിന്റെ പേരക്കുട്ടിയാ. ഉബരോട് പറഞ്ഞു, എൻ്റെ ചരിത്രം ഉബൽക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്, നീ മുസ്ലിം ജമാഅത്തൊക്കെ വരാണ്ടാവുമല്ലോ, അപ്പൊ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ മൂപ്പരിങ്ങനെ പറഞ്ഞു കൊടുത്തു, ഞാൻ ഇബ്ലീസ് എന്നുള്ള വല്യാപ്പാന്റെ സ്വന്തം ആളായിരുന്നു. ഹാബീലിനെ കൊന്ന പ്രവൃത്തി ഇന്നെയാണ് വല്യാപ്പ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഫിത്ന ഉണ്ടാക്കണല്ലോ മുസ്ലിം ജമാഅത്തിന്റെ പണി, അത് ഇന്നേന്ന് അന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാനതാ നൂഹ് നബിയെ കണ്ടു. സ്വന്തം തൗബ ചെയ്തിട്ട് കാര്യമില്ല, സർക്കസ് കൂടാരത്തിലിരുന്ന് തൗബ ചെയ്താൽ നന്നാവില്ല. ആ കാലത്ത് ആളെടുത്ത് വരണം. അങ്ങനെ ഞാനതാ നൂഹ് നബിന്റെ അടുത്തൊരു സംഭവം വന്നു. അങ്ങനെ ഫലം മസല്ലു ആതിബുഹു അലാ ദഅവതിഹി അലാ ഖൗമിഹി ഹത്താ ബക്കാ അലൈഹിം വഅബ്കാനി. നൂഹ് നബിയോട് പല സംഭവം ഇങ്ങനെ പറഞ്ഞ് കൂട്ടത്തിൽ നൂഹ് നബിയുടെ ഉപദേശങ്ങൾ എനിക്ക് ഫലിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ ഖേദിക്കുകയാണ്. വഅഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. ഖുൽതു യാ നൂഹ് ഇന്നി മിമ്മൻ അശ്റക ഫീ ദമിസ് സഈദി ശഹീദ് ഹാബീൽ ഇബ്നു ആദം. ഹാബീലിനെ ഖാബീൽ കൊന്നതിൽ വരെ പങ്കുള്ള ആളാണ് ഞാൻ. ഫഹൽ തജിദു ലീ ഇൻദ റബ്ബിക മിൻ തൗബ. എനിക്ക് തൗബയുണ്ടാകുമോ? ഇബ്ലീസിന്റെ പേരക്കുട്ടി നൂഹ് നബിയുടെ സന്നിധിയിൽ തൗബയുണ്ടോന്ന് ചോദ്യം. നൂഹ് നബി ഇടപെട്ടു, യാ ഹാമ ഹിമ്മ ബിൽ ഖൈർ വഫ്അൽഹു ഖബ്ല അൽ ഹസ്ര വൻ നദാമ. ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ നീ എന്നെ തുടരുക, ഞാൻ പറയുന്നുണ്ട് അതുപോലെ ചെയ്യ്, തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറയണ് ഞാൻ റെഡിയാണ്. ഹാമത്ത് പറയാണ്, ഇന്നഹു ലൈസ മിൻ അബ്ദിൻ താബ ഇലല്ലാഹ് ബാലിഗുൻ ദംബുഹു മാ ബലഗ ഇല്ലാ താബല്ലാഹു അലൈഹി. എത്ര വലിയ ശിക്ഷ അല്ലാഹ് പ്രഖ്യാപിച്ചതാണെങ്കിലും ഞങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് ഖേദിച്ചു മടങ്ങിയാൽ ഞങ്ങളെ ശഫാഅത്തിൽ രക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറുണ്ടോ? ഹാമത്ത് തയ്യാറായി. ഖും ഫതവല്ല. അതാ ഞാൻ അത് എന്റെ വഴിയിൽ വരൂ എന്ന് പറഞ്ഞു. അത് ഇബ്ലീസ് പറഞ്ഞ ഓനുമാകാൻ. വലിയ പേരക്കുട്ടി കൈകണെങ്കിൽ വല്യാപ്പ കൈക്കൂടെ? എവിടുന്നാ പലക്കെ ദീന് പഠിച്ചേ? അങ്ങനെ പറയാണ്, എഴുന്നേൽക്ക്, ഒതുണ്ടാക്ക്, നിസ്കരിക്ക്, സുജൂദ് ചെയ്യ്. അതാ വസ്ജുദ്, സുജൂദ് ചെയ്യ്. നൂഹ് നബി അല്ലല്ലോ സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഫഫഅൽതു ഫീ സാഅതി മാ അമറനി ബിഹി. നൂഹ് നബി പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് ചെയ്ത്. ഫനൂദിയ, അള്ളാന്റെ ഭാഗത്ത് വിളി. ഇർഫ റഅസക്, വിളി പറഞ്ഞു കൊടുക്കുന്ന ആളാരാ? നൂഹ് നബിയാണ്. ഇയാൾക്ക് കേൾക്കൂലല്ലോ. അത് പറയാണ്, തല ഉയർത്തിക്കോ. ഖദ് നസലത് തൗബതുക മിനസ് സമാ. ആകാശത്ത് നിന്ന് നിന്റെ തൗബ സ്വീകരിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ മുസ്ലിമാണ്. നൂഹ് നബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദുമാരിൽ ഹാമത്ത് ഇബ്നു ഇബ്ലീസ് ഉണ്ട്. ഈ ഇബ്ലീസാക്ക് തിരിയില്ല, ഈ ഇബ്ലീസിന് തിരിഞ്ഞില്ല. എവിടെ അവസ്ഥ? ഇത് ഏതാ സ്ഥലം? ഇത് നൂഹ് നബിന്റെ ഹദറത്താ, ഇത് റിഫായി ശൈഖിന്റെ ഹദറത്താ, ഇത് മടവൂര് ശൈഖുദിന്റെ ഹദറത്താ, ഇത് കാലഘട്ടത്തിലെ മശായിഖിന്റെ ഹദറത്താ. അവിടെ വന്ന് പറഞ്ഞതനുസരിച്ച് തൗബ ചെയ്താൽ അല്ലാഹ് വരെ ആ മനുഷ്യന് ആർക്കായാലും പുറത്തു കൊടുക്കും. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഓന് ശാപണ്ട് എന്ന് പറഞ്ഞില്ലേ? ഓനായി നിൽക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ, അത് ഇബ്ലീസായി കൊണ്ടിരിക്കുമ്പോ ഒന്ന് തൗബ ചെയ്താന്റെ പേര് മാറിയില്ലേ? പിന്നെ ആ പേരിലാണോ ആൾ അറിയപ്പെടുക? അപ്പൊ മൂമിനായി ഇബ്ലീസിന്റെ സ്വന്തം പേരക്കുട്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായി. ശൈത്താന്മാരെ എങ്ങളും എന്താ മുസ്ലിം ആവുക? എന്നിട്ട് അതിന് ന്യായീകരിച്ച് നടക്കുക. ഏടുന്ന ഞങ്ങൾ വണ്ടി കയറിയത്? അതുകൊണ്ട് ഒന്നും കൂടി ഇറങ്ങി. നിങ്ങൾ അടുത്ത സംഭവം ഇനി വേറുണ്ട്, ആ പിന്നെ വായിക്കാം. എവിടെയും രക്ഷയില്ല, എവിടെയും രക്ഷയില്ല. നമ്മളെ ചർച്ച സംഭവിക്കുമെന്നാണ്. സംഭവിക്കാം, വേണ്ടി വന്നാൽ. സംഭവിച്ചിട്ട് തന്നെ ഉണ്ടോ? ഉണ്ട്. രണ്ട് സംഭവം പറഞ്ഞു. സ്വഹീഹായ ഹദീസാണ്, തർക്കല്ല. സ്വഹീഹ് അല്ലാന്നുണ്ടെങ്കിൽ പറയാ, വാക്യം പറയാം.
ഇതൊന്നും ഇപ്പൊ ഞങ്ങളെ തൽക്കാലം വിടാൻ പോണില്ല. ബിമദദി ശൈഖിന സയ്യിദ് യഹ്യൽ ബുഖാരി വബിമദദി അസ്ഹാബി ഹാദൽ വഖ്ത് വബിഫദ്ലി ശൈഖിന ഒരു ഹർഫ് നിങ്ങളെ വിടൂല.